ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നാഷണൽ അക്കാഡമിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മുടെ NIOS ബയോളജിയിലെ 16ാമത്തെ ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. എന്താണ് ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്കോമോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ മൂവിങ് അല്ലെ, നമ്മുടെ ബോഡി മൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിസം, നമ്മുടെ അനിമൽ ആയിക്കോട്ടെ മറ്റ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, അവരിലൊക്കെ എന്തുണ്ട്, മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ നമ്മുടെ ആനിമൽസിന്റെ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിസം പ്ലാന്റ്സ് അല്ലാത്ത മറ്റെല്ലാ ആനിമൽസിന്റെ കേസിലും മെയിൻലി 2 ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് കാണുന്നത്. ഏതൊക്കെയാണ് ലോക്കോമോഷന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്സ്? ഏതൊക്കെയാണ്? സിലിയറി മൂവ്മെന്റ്സ് ആൻഡ് ഫ്ലജെല്ലാർ മൂവ്മെന്റ്. ഏതൊക്കെയാണ്? സിലിയറി മൂവ്മെന്റ്സും ഉണ്ട്, ഫ്ലജെല്ലാർ മൂവ്മെന്റ്സും ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ആനിമൽസിൽ ആസ് പെർ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് പോലുള്ള ആനിമൽസിൽ മെയിൻലി കാണപ്പെടുന്ന മൂവ്മെന്റ്സ് ഏതാണ്? മസ്കുലാർ മൂവ്മെന്റ് ആണ് അല്ലെ. മസിൽസിന്റെ മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മസിലാണ് നമ്മുടെ സ്ട്രാറ്റോയിഡ് മസിൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ സ്കെൽട്ടൺ മസിൽസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ആനിമൽസിന്റെ കേസിൽ മസ്കുലാർ മൂവ്മെന്റിന് കാരണമാവുന്ന മസിൽസ് ഏതാണ്? ഇറ്റ് ഈസ് ദ സ്ട്രാറ്റോയിഡ് മസിൽസ് അല്ലെങ്കിൽ നമ്മൾ സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മുടെ ബോൺസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഈ മസിൽസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ അറ്റാച്ച്ഡ് ടു ദ ബോൺസ്. ബോൺസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ സ്കെലിറ്റൽ മസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ലിംസിന്റെ മൂവ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മസിൽസ് ആണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ലിംസിന്റെ മൂവ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മസിൽസ് ആണ് സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലോക്കോമോഷന് കാരണമായിട്ടുള്ള മൂവ്മെന്റ്സ് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിലിയറി മൂവ്മെന്റ് ആൻഡ് ഫ്ലജെല്ലാർ മൂവ്മെന്റ്. ഇത് നമ്മുടെ ആനിമൽസിൽ കാണപ്പെടുന്ന മറ്റൊരു മൂവ്മെന്റ് ആണ് മസ്കുലാർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. മസ്കുലാർ മൂവ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മസിൽ ഏതാണ്? സ്കെലിറ്റൽ മസിലാണ്. നമ്മുടെ ബോൺസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. അത് നമ്മുടെ ലിംസിന്റെ മൂവ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ്. ലിംസിന്റെ മൂവ്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മസിൽസ് ആണ് നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, മസിൽസിന്റെ കോൺട്രാക്ഷൻ ആയാലും റിലാക്സേഷൻ ആയാലും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് തിയറിയിലാണ്? നമ്മുടെ സ്ലൈഡിങ് ഫിലമെന്റൽ തിയറിയിലാണ്. ഓക്കെ, സ്ലൈഡിങ് ഫിലമെന്റൽ തിയറിയിലാണ് നമ്മുടെ മസിൽസിന്റെ കോൺട്രാക്ഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മസിൽസിന്റെ റിലാക്സേഷനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏത് തിയറിയാണ്? സ്ലൈഡിങ് ഫിലമെന്റ് തിയറി. ഓക്കെ, ദ സ്ലൈഡിങ് മോഡൽ ഓഫ് മസ്കുലാർ കോൺട്രാക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ സ്ലൈഡിങ് ഫിലമെന്റൽ തിയറിയിലാണ്. ഓക്കെ, ആസ് പെർ ദിസ് തിയറി നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ തിക്ക് മയോഫിലമെന്റിന്റെയും മൂവ്മെന്റ് എപ്പം നടക്കുന്ന മൂവ്മെന്റ്? മസ്കുലാർ കോൺട്രാക്ഷനും മസ്കുലാർ റിലാക്സേഷനും നടക്കുന്ന സമയത്തുള്ള നമ്മുടെ തിക്ക് മയോഫിലമെന്റിന്റെയും മൂവ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിലെ ഫസ്റ്റ് കേസിൽ കാണിക്കുന്നത് എന്താണ്? ഫസ്റ്റ് കേസിൽ കാണിക്കുന്നത് മസിൽ റിലാക്സ് ചെയ്യുന്ന കണ്ടീഷനാണ്. മസിൽസ് റിലാക്സ് ചെയ്യുന്ന കണ്ടീഷനാണ് ഈ ഒരു ഫസ്റ്റ് കേസിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ മസ്കുലാർ മൂവ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി ഏതാണ്? സ്ലൈഡിങ് ഫിലമെന്റൽ തിയറിയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്കെലിറ്റൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കെലിറ്റൻ സിസ്റ്റം എന്താണെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ 6ാം ക്ലാസ് മുതൽ നമ്മുടെ ബയോളജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് സ്കെലിറ്റൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്കെലിറ്റൻ സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്കെലിറ്റൻ ആണ് അല്ലേ. ദ സ്കെലിറ്റൻ സപ്പോർട്ട് അവർ ബോഡി. അതുപോലെ നമ്മുടെ ബോഡിക്ക് റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്കെലിറ്റൻ സിസ്റ്റം ആണ്. നമ്മുടെ മസിൽസിന് അറ്റാച്ച്മെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്കെലിറ്റൻ സിസ്റ്റം ആണ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ബ്രെയിന്, ഹാർട്ട്, ലങ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ സ്കെലിറ്റൻ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സ്കെലിറ്റൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സ്കെലിറ്റൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? നമുക്ക് റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ മസിൽസിന് അറ്റാച്ച് ചെയ്യാനുള്ള സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ബ്രെയിന്, ഹാർട്ട്, ലങ്സ് ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്കെലിറ്റൻ സിസ്റ്റം ആണ്. ഹ്യൂമൻ സ്കെലിറ്റൻ സിസ്റ്റത്തിന് നമ്മൾ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ഹ്യൂമൻ സ്കെലിറ്റൻ സിസ്റ്റത്തിന്റെ പാർട്സുകൾ? ആക്സിയൽ സ്കെലിറ്റനും ഉണ്ട്, അതുപോലെ തന്നെ അപ്പൻഡിക്കുലാർ സ്കെലിറ്റനും ഉണ്ട്. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെലിറ്റനും ഉണ്ട്, അപ്പൻഡിക്കുലാർ സ്കെലിറ്റനും ഉണ്ട്. ആക്സിയൽ സ്കെലിറ്റനെ നമ്മൾ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആക്സിയൽ സ്കെലിറ്റന്റെ നെക്സ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നമ്മുടെ സ്കള്ളും ജോസും. ഓക്കെ,
വേറെ മറ്റേത് വരുന്നത് വെർട്ടിബ്രൽ കോളം. ഓക്കെ, അപ്പൊ ആക്സിയൽ സ്കെൽട്ടനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്കൾ ആൻഡ് ജോസ്, അതുപോലെ തന്നെ വെർട്ടിബ്രൽ കോളം. ഇനി അപ്പൻഡിക്കുലാർ സ്കെൽട്ടനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ ഗ്രിഡിൽസ് ആൻഡ് ലിംസ്. ഏതൊക്കെയാണ്? ഗ്രിഡിൽസ് ആൻഡ് ലിംസ്. ഓക്കെ, ഈ ഗ്രിഡിൽസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ പെക്ടോറൽ ആൻഡ് പെൽവിക്. ഏതൊക്കെയാണ്? പെക്ടോറൽ ആൻഡ് പെൽവിക്. ലിംസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ ആംസ് ആൻഡ് ലെഗ്സ്. ഏതൊക്കെയാണ്? ആംസ് ആൻഡ് ലെഗ്സ്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ഹ്യൂമൻ സ്കെൽട്ടൺ എങ്ങനെയാണ്? മെയിൻലി നമ്മൾ രണ്ടായിട്ടാണ് ഹ്യൂമൻ സ്കെൽട്ടൺ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ദാറ്റ് ഈസ് ദ ആക്സിയൽ സ്കെൽട്ടൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെൽട്ടൺ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെൽട്ടൺ. ഓക്കെ, ആക്സിയൽ സ്കെൽട്ടനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്കൾ ആൻഡ് ജോസ് ആൻഡ് വെർട്ടിബ്രൽ കോളം. ഓക്കെ, അപ്പൻഡിക്കുലാറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് ഗ്രിഡിൽസ് ആൻഡ് ലിംസ്. ഈ ഗ്രിഡിൽസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ പെക്ടോറൽ ആൻഡ് പെൽവിക്. ഇനി ലിംസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ ആംസ് ആൻഡ് ലെഗ്സ്. ഏതൊക്കെയാണ്? ആംസ് ആൻഡ് ലെഗ്സ്. ക്ലിയർ ആയില്ലേ ഡിവിഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ സ്കെൽട്ടൺ സിസ്റ്റം? നെക്സ്റ്റ് നമ്മളിപ്പോൾ ഈ സ്കെൽട്ടൺ സിസ്റ്റത്തിനെ കുറിച്ചും മസിൽസിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇതിലൊക്കെ എന്തുണ്ട്? ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മുടെ മസിൽസിനായാലും നമ്മുടെ സ്കെൽട്ടൺ സിസ്റ്റത്തിനായാലും ഒരുപാട് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ലോക്കോമോഷനെ ഹാമ്പർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ലിംസിന് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാവും, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ ഡിസോർഡേഴ്സ് ഒന്നെങ്കിൽ ഹെറിഡിറ്റി, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഡിസോർഡേഴ്സ് ആവാം, അല്ലെങ്കിൽ നോൺ ഹെറിഡിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആവാം. അപ്പൊ ഹെറിഡിറ്റി ആയിട്ടുള്ള ഡിസോർഡർ ആണ് നമ്മുടെ മയാസ്തീനിയ ഗ്രേവിസ്, അതുപോലെ തന്നെ മസ്കുലാർ ഡിസ്ട്രോഫി ഒക്കെ എന്താണ്? ഒരു ഹെറിഡിറ്റി മസ്കുലാർ ഡിസോർഡർ ആണ്. ഏതൊക്കെയാണ്? മയാസ്തീനിയ ഗ്രേവിസ് ആൻഡ് മസ്കുലാർ ഡിസ്ട്രോഫി എന്താണ്? ഹെറിഡിറ്റി ഡിസോർഡേഴ്സ് ആണ് അല്ലെ? ഇനി ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ എന്താണ്? മേ ഓർ മേ നോട്ട് ഹെറിഡിറ്റി ആയിട്ടും വരാറുണ്ട്, അല്ലാതെയും വരുന്ന ഡിസോർഡർ ആണ് നമ്മുടെ ആർത്രൈറ്റിസ്. വാദം അല്ലെ? വാദം, അതുപോലെ തന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ ഇസ് മേ ഓർ മേ നോട്ട് ഹെറിഡിറ്റി. ഒന്നുകിൽ ഹെറിഡിറ്റി ആവാം, അല്ലെങ്കിൽ ഹെറിഡിറ്റി അല്ലാതെയും വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഡിസോർഡർ ആണ് നമ്മുടെ ഓസ്റ്റിയോപൊറോസിസ്, അതുപോലെ തന്നെ ഗൗട്ടൊക്കെ. ഇതൊക്കെ എന്താണ്? നോൺ ഹെറിഡിക് ആയിട്ടുള്ള മസ്കുലാർ ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ഡിസോർഡേഴ്സ്? നമുക്ക് മയസ്തേനിയ ഗ്രേവിസ് ഉണ്ട്, അതുപോലെ തന്നെ മസ്കുലാർ ഡിസ്ട്രോഫി ഉണ്ട്. ഇത് രണ്ടും ഹെറിഡിറ്റി ആയിട്ട് വരുന്ന ഡിസോർഡേഴ്സ് ആണ്. അതുപോലെ തന്നെ ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ എന്താണ്? ഇസ് മേ ഓർ മേ നോട്ട് ഹെറിഡിറ്റി. ഒന്നുകിൽ ഹെറിഡിറ്റി ആവും, അല്ലെങ്കിൽ ഹെറിഡിറ്റി അല്ലാത്ത ഡിസോർഡേഴ്സ് ആവാം. അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ്, ഗൗട്ട്സ് ഒക്കെ എന്താണ്? നോൺ ഹെറിഡിക് ഡിസോർഡർ, ഹെറിഡിറ്റി അല്ലാത്ത ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഡിസോർഡേഴ്സ് എന്ന് മനസ്സിലായല്ലോ? ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആനിമൽസിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്ലാന്റ്സിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയാണ്. നമുക്കറിയാം പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോയിലിൽ നമ്മളെ നിൽക്കുന്ന ഒരു സാധനമാണ് അല്ലെ? നമ്മുടെ റൂട്ട് സോയിലിൽ ഫിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതിന് പ്രത്യേകിച്ച് മൂവ്മെന്റ് ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ പ്ലാന്റ്സിൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് പ്ലാന്റ്സിൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്? എക്സ്റ്റേണൽ സ്റ്റിമുലസിന് റെസ്പോൺസീവ് ആയിട്ട് പ്ലാന്റ് മൂവ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ലൈറ്റ്, അല്ലെങ്കിൽ വാട്ടർ, ഗ്രാവിറ്റി, ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ട് പ്ലാന്റിൽ മൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. ആ മൂവ്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാന്റ്സിൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലാന്റ് നമ്മുടെ സോയിലിൽ ഫിക്സ് ചെയ്ത് നിൽക്കുകയാണ്, അതെങ്ങനെ മൂവ് ചെയ്യാനാണ്? എന്നാലും പ്ലാന്റ്സിൽ മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ലൈറ്റ്, വാട്ടർ, ഗ്രാവിറ്റി പോലെയുള്ള ഫാക്ടേഴ്സിന് റെസ്പോൺസിബിൾ ആയിട്ട് പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന മൂവ്മെന്റിനെ നമ്മൾ വിളിക്കുന്നത് ട്രോപ്പിക് മൂവ്മെന്റ്സ് എന്നാണ്. ഓക്കെ, നമ്മുടെ പ്ലാന്റ്സിലെ സ്റ്റിമുലസിനെ ബേസ് ചെയ്ത് ഈ മൂവ്മെന്റ്സ് നമ്മൾ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് നമ്മുടെ ടച്ച് അല്ലെങ്കിൽ കോണ്ടാക്ട്. ടച്ച് അല്ലെങ്കിൽ കോണ്ടാക്ട് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സിനെ നമ്മൾ തിഗ്മോട്രോപ്പിസം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? തിഗ്മോട്രോപ്പിസം. ഇപ്പൊ തിഗ്മോട്രോപ്പിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്ലാന്റ്സിന്റെ മൂവ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് ടച്ച് ഓർ കോണ്ടാക്ട്. നമ്മൾ ടച്ച് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടോ പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് ആണ് തിഗ്മോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇനി ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ട് പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് ആണ് ജിയോട്രോപ്പിസം. എന്താണ്? ജിയോട്രോപ്പിസം. ഓക്കെ, ഇനി വാട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാന്റിന്റെ മൂവ്മെന്റിനെയാണ് ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടച്ച് ചെയ്യുന്ന മൂവ്മെന്റിന് തിഗ്മോട്രോപ്പിസം എന്നും, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാവിറ്റി മൂലം ഉണ്ടാവുന്ന മൂവ്മെന്റിന് ജിയോട്രോപ്പിസം എന്നും, വാട്ടർ മൂലം ഉണ്ടാവുന്ന മൂവ്മെന്റിന് നമ്മൾ ഹൈഡ്രോട്രോപ്പിസം എന്നാണ് അറിയപ്പെടുന്നത്.
ഇനി ഈ മൂവ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസിനെ ബേസ് ചെയ്ത് പ്ലാന്റിന്റെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്കുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ടെർഗർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ടെർഗർ മൂവ്മെന്റിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ്, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിലൊക്കെ ഇൻസെക്ട് വന്നിരിക്കുന്ന സമയത്ത് അതിന്റെ ലീഫ് ക്ലോസ് ആവും അല്ലേ? അതെന്ത് എക്സാമ്പിൾ ആണ്? ഈ ഒരു ടെർഗർ മൂവ്മെന്റിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ ടെർഗർ മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വാട്ടറിന്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ട് വാട്ടർ പൊട്ടൻഷ്യലിന്റെ ലെവല് കുറഞ്ഞെടുത്ത് നിന്ന് കൂടിയെടുത്തേക്കുള്ള ആ ഒരു പ്ലാന്റ്സിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ടെർഗർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിമുലസ് ആയിട്ടുള്ള കോണ്ടാക്ട്, ഡയലെങ്ത് ചേഞ്ച്, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിലൊക്കെ ചേഞ്ചസ് വരുന്ന സമയത്ത് പ്ലാന്റ്സിൽ ഉണ്ടാവുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ നാസ്റ്റിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നാസ്റ്റിക് മൂവ്മെന്റ്സ് മെയിൻലി നമ്മൾ കാണപ്പെടുന്നത് നമ്മുടെ പ്രോട്ടോലൂക്ക എന്ന് പറയുന്ന ഫ്ലവേഴ്സിലാണ് നമ്മൾ മെയിൻലി ഈ ഒരു മൂവ്മെന്റ്സ് കാണപ്പെടുന്നത്. ഡേ ടൈമിലാണ് അവരിൽ ഈ ഒരു ടൈപ്പ് മൂവ്മെന്റ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ 16ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മുടെ ആനിമൽസിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നടക്കുന്ന മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? വളരെ ഷോർട്ടായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ക്ലാസ്സസും ഒക്കെ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഉടൻ തന്നെ നാഷണൽ അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.